രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കണ്ടു നോക്കിയാലോ. ഇത് പഞ്ചസാരപ്പഴം മരം അല്ലേ? ഏ ഏ ഇന്ന് നമ്മുടെ കളക്ടർ സാറ് അവധി തന്നേക്കുന്നത് കൊണ്ട് യുവക്കുട്ടിയും പൊന്നൂസൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് ചോറും കറി തന്നെയായിരുന്നു. നല്ല അടിപൊളി കുത്തിരി ചോറും പിന്നെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചധികം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നല്ല അടിപൊളി കറിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സൂപ്പർ കറിയാണ്. ബീഫ് കറിയേക്കാൾ നല്ല ടേസ്റ്റാണ് ആ ബീഫിൽ നിന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിക്കുമ്പോൾ. അപ്പോൾ തട്ടിക്കൂട്ടൊരു ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ അതായിരുന്നു ചോറും നല്ല അടിപൊളി ബീഫ് കറിയും ഉരുളക്കിഴങ്ങിട്ട് വെച്ച തട്ടിക്കൂട്ട് ബീഫ് കറി. അപ്പോൾ അതായിരുന്നു രാവിലത്തേക്ക്. പക്ഷെ അവളുമാർക്ക് അതിന് എൻ്റെ പുത്രികൾക്ക് വേണ്ടാന്ന് പറഞ്ഞു രാവിലെ ചോറ്. അപ്പോൾ എന്ത് ചെയ്തു, ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡിൽ മറ്റേ പീനട്ട് ബട്ടർ ഇല്ലേ, അതങ്ങടെ തേച്ച് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു, കിസാൻ്റെ പീനട്ട് ബട്ടർ. അപ്പോൾ ഇത് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ കടയിൽ പോയപ്പോൾ അത് മേടിച്ചതാണ് കേട്ടോ. ഇവക്കുട്ടിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇത് മേടിക്കണത്. അപ്പോൾ അവക്കടെ ആഗ്രഹം പോലെ അത് മേടിച്ചു ഇന്നലെ. അപ്പോൾ ഇന്ന് അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് കഴിക്കാനാണല്ലോ എഴുന്നേക്കണത്. അപ്പോൾ ബ്രെഡിൽ ഇത് തേച്ചിട്ട് അവർക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ബ്രെഡിലൊക്കെ തേച്ചിട്ടുണ്ട്. മടക്കുന്നതോ തിരിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല, ചുരുട്ടുന്നതോ ഒന്നും ഇഷ്ടമല്ല ബ്രെഡ്. അപ്പോൾ അതുപോലെ തേച്ച് അവർക്ക് കാണണം. തേച്ചിട്ടുണ്ടോ, ഇനി അമ്മ പിശുക്കിയാണോ തേച്ചേക്കണേന്നൊക്കെ അവർക്ക് കാണണം. അതുകൊണ്ട് അവർ മടക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട്. അത് പറയാൻ വേണ്ടി വന്നിരുന്നതാണ് കേട്ടോ. ബ്രെഡ് ഇങ്ങനെ ഒടിക്കണ്ട, അതായത് ഇങ്ങനെ മടക്കണ്ട, വേറെ ഒരെണ്ണം പൊക്കത്ത് വെക്കണ്ട എന്നൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ രണ്ടുപേർക്ക് നമുക്കിനി പാത്രത്തിലോട്ടാക്കി കൊടുക്കാം. രണ്ടുപേർക്ക് നല്ല അസലായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവർക്ക് പാത്രത്തിലാക്കി കൊടുക്കാം. അവർ പോയിരുന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇത് നമുക്കിനി അവർക്ക് കുഞ്ഞു കുഞ്ഞു പാത്രത്തിലാക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ തല്ല് കൊടുത്തുണ്ടായാലോ. അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലത്തെ പാത്രത്തിൽ രണ്ടുപേർക്കും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വിളിച്ചാലോ. ചെസ്റ്റ് നമ്പർ 1 പോരട്ടെ. അതാ നമ്മുടെ ചെസ്റ്റ് നമ്പർ 1 വന്നു. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് നമ്പർ 2 ഇങ്ങോട്ട് വാ. കൊടുക്ക്. അതാ ചെസ്റ്റ് നമ്പർ 2 കൂടി അങ്ങോട്ട് മേടിച്ചിട്ട് പോയിട്ടുണ്ട്. 2 ബ്രെഡും കൊണ്ട് പോയിട്ടുണ്ട്. നമുക്കിനി ഇവക്കുട്ടിനോടും പൊന്നൂസിനോടും ചോദിക്കാം, എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. ഇവക്കുട്ടി എങ്ങനെയുണ്ട്? ആണോ? പൊന്നൂസേ എങ്ങനെയുണ്ട്? എഡിറ്റാ? എന്തെഡിറ്റ്? ഹെൽത്തി ആണോ പൊന്നെ? ഓക്കെ, എല്ലാവർക്കും ടാറ്റ പറഞ്ഞേ. അങ്ങനെ അവർക്ക് ബ്രെഡൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ എനിക്കൊരു ഗ്ലാസ് ചായയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു ഗ്ലാസ് എഴുന്നേറ്റപ്പോൾ ചായ കുടിച്ചതാണ്. അപ്പോൾ കുറച്ച് പാലും കൂടി ഉണ്ട്. ഇതോടെ ഞാൻ ചായ കൂടി നിർത്തും. ഈ പാല് തീരുന്നതോടെ ഞാൻ ചായ കൂടി നിർത്തും എന്ന് ഉറപ്പിച്ചതാണ്. നിങ്ങൾക്കും വാക്ക് വരുന്നു, എൻ്റെ പിള്ളേർക്കും വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമല്ല ഞാൻ ചായ കുടിക്കണത്, ഒടുക്കത്തെ ചായ കുടിയായതുകൊണ്ടേ. അപ്പോൾ ഇത് അവസാനത്തെ പാലായിരുന്നു. അപ്പോൾ അവസാനത്തെ ചായ കുടിയുമാണ് ഇതെൻ്റെ. ഇനി ഞാൻ പാല് മേടിക്കില്ല. ഇതെൻ്റെ അവസാനത്തെ എൻ്റെ ഗ്ലാസ്സാണ്, ചായ കുടിക്കുന്ന ഗ്ലാസ്. ഈ ഗ്ലാസ്സിൽ ഞാൻ അവസാനമായിട്ട് ചായ കുടിക്കാൻ പോവാണ്. ഇനി ഞാൻ ചായ വെക്കില്ല. വീട്ടിൽ ചായ ഉണ്ടാക്കി കുടിക്കില്ല. പക്ഷേ ഇനി എപ്പോഴെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോവില്ലേ, അപ്പോൾ ചായക്കടയിൽ കയറി ചായ കുടിക്കും കേട്ടോ. പക്ഷേ വീട്ടിൽ ഇനി തൊട്ട് ഇത് അവസാനത്തെ ചായ ആയിരുന്നു, രണ്ടാമത്തെ ചായ. നേരം വെളുത്തിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ചായ. അപ്പോൾ ചായ നല്ല കടുപ്പത്തിൽ ഞാൻ കുടിക്കാറുള്ളൂ. അതും നല്ല തിളച്ചപടി എനിക്ക് കുടിക്കണം. അങ്ങനെ കുടിക്കണത് അത്ര ഹെൽത്തിന് നല്ലതല്ലല്ലോ. അപ്പോൾ എനിക്ക് തന്നെ തോന്നി അത്ര നല്ലതല്ല എന്ന്. കുറേ നാളായി നിർത്താൻ ശ്രമിക്കണം, പക്ഷേ പറ്റണുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതോടുകൂടി ഞാൻ ചായ കുടി നിർത്തും. എപ്പോൾ ചായ കുടിച്ചാലും പിള്ളേർ പിന്നെ ഹസ്ബൻഡൊക്കെ വഴക്ക് പറയലാണ്. അപ്പോൾ ഇതോടെ ഞാൻ ചായ നിർത്തുകയാണ്. എൻ്റെ പിള്ളേർക്ക് ഞാൻ വാക്ക് കൊടുത്തു. പൊന്നെ, ഇത് ലാസ്റ്റ് ചായ അല്ലേ? പൊന്നൂസിന്റെ അഭിപ്രായം? ഇച്ചിരി കളഞ്ഞിട്ട് ഇച്ചിരി കുടിക്കാം അല്ലേ? ഇത് ലാസ്റ്റത്തെ ചായയാണേ. ഓക്കെ. അങ്ങനെ അവസാനമായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പുറത്തോട്ട് ഇറങ്ങുകയാണ് പിള്ളേരെയും കൊണ്ട്. കടയിലേക്കാണ് പോകാൻ വേണ്ടി പോണത്. കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കണമായിരുന്നു. മെയിനായിട്ട് കറിക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമായിരുന്നു. വൈകുന്നേരം ഇറങ്ങാമെന്ന് വെച്ചാൽ ഒടുക്കത്തെ മഴയൊക്കെ ആയിരിക്കും. അപ്പോൾ പിള്ളേരെ കൊണ്ട് പോകാനായിട്ട് ചടങ്ങായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള സമയത്ത് തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നേരത്തെ കാലത്തെ കറിയൊക്കെ ആക്കി വെക്കാമല്ലോ, ചോറും കറിയൊക്കെ ആക്കി വെക്കാമല്ലോ.
അപ്പോൾ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. എങ്ങാനും പെട്ടെന്ന് മഴ പെയ്താലോ എന്ന് ഓർത്തിട്ട് ഇവക്കുട്ടിക്കും പൊന്നൂസിനും ഓരോ കുട വീതം കൊടുത്തിട്ടുണ്ട്. ഞാൻ കുട എടുത്തിട്ടില്ല, കാരണം ഏതെങ്കിലും ഒരു കുടയിൽ എന്നെ കയറ്റും. അപ്പോൾ ഞാനും കൂടി ഇതിനെ എടുക്കണ്ടല്ലോ, ഉള്ളത് ഇനി കാലം കുടയാണ്, അത് പിടിക്കാനുള്ള ആവത് എനിക്കില്ല ഇനി. അപ്പോൾ ഉള്ള 2 പോപ്പിക്കുടയൊക്കെ എടുത്തിട്ട് ഞങ്ങളിനി എങ്ങോട്ടേക്കാ വീടിനടുത്തുള്ള കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളും കൂടി ഞങ്ങളുടെ ഒപ്പം പോര്, വണ്ടി വിളിച്ചൊന്ന് വരണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടി ഞങ്ങളുടെ ഒപ്പം ചുമ്മാ പോര്. എന്നിട്ട് അതാ ഞങ്ങൾ പോകാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്തു. അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അപ്പോൾ അതാ എൻ്റെ 2 കുഞ്ഞു കോഴികളും ഈ ഒരു അമ്മക്കോഴിയും. ഇന്നലെയൊക്കെ നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ, നിൽക്കാണ്ട് മഴയായിരുന്നു. പക്ഷേ ഇന്ന് കുഴപ്പമില്ല, ചെറിയ വെയിലൊക്കെ കണ്ടപ്പോഴേ ഒരു സന്തോഷം. ഇനി പോയി വന്നിട്ട്, അതായത് കടയിൽ പോയി വന്നിട്ട് വേണം തുണി അലക്കിയതും പിന്നെ ഇനി അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി വിരിക്കാനായിട്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ മെയിൻ റോഡിലെത്തി. ഇത് ഇങ്ങാട്ടുള്ള വഴിയും ഇത് ദങ്ങാട്ടുള്ള വഴിയുമാണ്. അപ്പോൾ ദങ്ങാട്ടുള്ള വഴിയിലാണ് നമുക്ക് കടയിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നടന്ന് സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് ഞങ്ങൾ പോവും. അപ്പോൾ കുടയൊന്നും വിരിക്കേണ്ടി വന്നില്ല കേട്ടോ, കാരണം ഓവറായിട്ട് വെയിലുമില്ല മഴയില്ലായിരുന്നു. അപ്പോൾ പിന്നെ കുട ചുമ്മാ കൈ പിടിച്ചു അവർ. അങ്ങനെ അധികം വൈകാണ്ട് നമ്മൾ കടയെത്തി. അറിയാണ്ട് ചേച്ചിയുടെ കുട, അതായത് കുട്ടിയുടെ കുട ഇങ്ങനെ വിടർന്നു വന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് അടക്കാൻ നിൽക്കണ്ട, ഇനിയിപ്പോൾ എന്തായാലും പോകുമ്പോൾ ചൂടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും പൊന്നൂസിന് എൻ്റെ കുടയെ നിവർത്തി വെച്ചേക്കാൻ പറഞ്ഞിട്ട് അവൾ നിവർത്തിയൊക്കെ വെക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ പണിയിലോട്ട് കടന്നു. ഗൈസ്, നമുക്കിനി അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ, അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രമേ മേടിക്കാനുള്ളൂ, ഓവറായിട്ട് ഒന്നും മേടിക്കാനില്ല. അപ്പോൾ അതാ പൊന്നൂസ് വലിയ കാര്യത്തിന് കൊട്ടയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ കൊട്ടയൊക്കെ മേടിച്ച് ആവശ്യമുള്ള മാത്രം സാധനങ്ങൾ അങ്ങനെ മേടിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ചേച്ചി, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ആദർശിനെ അറിയാവുന്നതാണ്. അപ്പോൾ ആ ചേച്ചി ആ ചേച്ചിയുടെ ഒരു കുഞ്ഞി ഫോൺ ഉണ്ടായിരുന്നു, അത് നന്നാക്കാനായിട്ട് തന്നതാണ്. ആദർശിൻ്റെ കയ്യിൽ കൊടുക്കുമെന്നും പറഞ്ഞിട്ട് ആദർശ് ഫോണൊക്കെ നന്നാക്കും, കമ്പ്യൂട്ടർ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആവശ്യം നന്നാക്കും, സകലകലാവല്ലഭനാണ്. അപ്പോൾ ഇതാ ഞാൻ 2 മിഠായും 2 പേർക്കും മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് അതും കൊണ്ട് അവർ അവിടെ പോയേക്കാണ് ആ ചേച്ചിയായിട്ട് കമ്പനി അടിക്കാനായിട്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട്, പാല് ഞാൻ മേടിച്ചില്ല കേട്ടോ. പാല് മേടിച്ചാൽ ഞാൻ ചായ വെച്ച് കുടിക്കാതെ ഉറപ്പാണ്, അതുകൊണ്ട് ഞാൻ പാല് മേടിച്ചില്ല. അതിൻ്റെ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്, എങ്കിലും ഹാപ്പി ആയിട്ട് നല്ലൊരു ശീലം ഞാൻ തുടങ്ങിയല്ലോ എന്നൊരു ഹാപ്പിയിൽ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. അങ്ങനെ മേടിച്ച സാധനങ്ങൾ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. പിള്ളേരെ സേഫായിട്ട് ഇരുത്തിയിട്ട് ഞാൻ അലക്കിയ തുണിയും അലക്കിയിട്ട് ആ തുണിയും ഒക്കെ കൊണ്ടുവന്ന് ടെറസിലോട്ട് വിരിച്ച് ഉണക്കാനായിട്ട് ടെറസിലേക്ക് വന്നേക്കുകയാണ്. ചെറിയ വെയിലുണ്ടായിരുന്നു, നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ ഉണങ്ങി കിട്ടിയാലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് സർവത്ര തുണികളും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇനിയിത് ഇവിടെ നിന്നത് നമ്മൾ ഉണക്കിയെടുക്കണം, മഴ കൊള്ളിക്കാണ്ട്. അപ്പോൾ എവിടേക്ക് ഇടാം അവിടേക്ക് ഇട്ട് ഞാൻ ഉണക്കിയെടുക്കുകയാണ്. അങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ട് മഴ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കണ്ണിൽ കുറേ കോവക്കകൾ കണ്ണിൽ പെട്ടു. പക്ഷേ പറിക്കാനായിട്ടൊരു പേടി, നമുക്ക് നമ്മുടെ ജീവനല്ലേ വലുത്. അവിടെയൊക്കെ ടെറസ് മൊത്തം തെന്നിക്കിടക്കുകയാണ്. അപ്പോൾ ആ സൈഡിലായിട്ടാണ് ഈ വള്ളി തൂങ്ങിക്കിടക്കണത് കോവക്കയുടെ. അതുകൊണ്ട് അങ്ങോട്ട് പോണത് ഡേഞ്ചറാണ്, നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് വലുത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല, കോവക്ക അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, പാടമൊക്കെ നല്ല ഭംഗിയിൽ വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. അതേ നല്ല രസമുണ്ട് കാണാനായിട്ട് അല്ലേ. ഇനിയും എന്തൊക്കെയോ വിശേഷങ്ങൾ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി വിശേഷങ്ങൾ പറഞ്ഞിരിക്കാനായിട്ട് ഒട്ടും സമയമില്ല. കാരണം പിള്ളേർ താഴെ 2 പേരും ഒറ്റക്കാണ്. അപ്പോൾ അവരെ ഇടയ്ക്ക് നോക്കണം, ടെറസിലോട്ടും വന്ന തുണികൾ നോക്കണം, വീണ്ടും താഴെ അവരെ നോക്കണം, വീണ്ടും ടെറസിലെ തുണികൾ നോക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരിക്കും. അതിനിടയ്ക്ക് നിങ്ങളോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ എനിക്ക് സമയമുണ്ടോ? നിങ്ങൾ പറ. ആരും വിഷമിക്കണ്ട, ഞാൻ പുതിയ വിശേഷങ്ങളുമായിട്ട്, ഇതേപോലെ കുഞ്ഞു വിശേഷങ്ങളെ ഉണ്ടാവുള്ളൂ, അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നല്ലൊരു ബായ്.